സിക്കിൾ സെൽ അനീമിയ നമ്മുടെ ഓട്ടോസോം ലിങ്ക്ഡ് ആയിട്ടുള്ള മെൻഡേലിയൻ ഡിസോർഡർ. സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ട്രേറ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ ഡിസോർഡേഴ്സൊക്കെ ഓരോ ട്രേറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഇതെന്താണ്? ജനറ്റിക്കലി കൺട്രോൾഡ് ആണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോസോം ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു റെസസീവ് ട്രേറ്റ് ആണ്. നമ്മൾ മെൻഡേലിയൻ സെക്സ് ലിങ്ക്ഡ് മെൻഡേലിയൻ ഡിസോർഡർ ഹീമോഫീലിയ പഠിച്ചപ്പോഴും അതും ഒരു റെസസീവ് ട്രേറ്റ് ആണ്. പക്ഷേ അത് സെക്സ് ലിങ്ക്ഡ് റെസസീവ് ട്രേറ്റ് ആണ്. എന്നാൽ ഈ പറഞ്ഞ സിക്കിൾ സെൽ അനീമിയ ഒട്ടോസോമിലുള്ള ജീനുകളുടെ ഓൾട്ടറേഷൻ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ വഴി അവിടെയുള്ള ആ റെസസീവ് ജീനുകൾ വഴിയാണ് ഈ സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുന്നത്. സോ റെസസീവ് ഫോമിൽ വന്നാൽ മാത്രമേ ആ ഡിസീസ് ഉണ്ടാവുള്ളൂ. സോ ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ട്രേറ്റ് ആണ് നമ്മുടെ സിക്കിൾ സെൽ അനീമിയ. ഇനി നമുക്കറിയാം ഈ പറഞ്ഞ ജീനുകൾ എന്ന് പറയുന്നത്, ജീൻസ് എന്ന് പറഞ്ഞാൽ DNA സെഗ്മെൻറ്റുകളാണ്. ഈ പറഞ്ഞ ആ ലെങ്തി ആയിട്ടുള്ള കോയിൽഡായിട്ടുള്ള സ്ട്രക്ചറായ DNA സെഗ്മെൻറ്റുകളാണ് ജീനുകൾ. ആ ജീനുകൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ക്രോമസോമുകളിലാണ്. സോ ജീൻസ് ലൊക്കേറ്റഡ് ഓൺ ദ ക്രോമസോം. ആ ജീനുകളാണ് കൺട്രോൾ പ്രോട്ടീൻ സിന്തസിസ്. നമ്മുടെ ബോഡിയിൽ ഓരോ പെർട്ടിക്കുലർ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന ആ പ്രോട്ടീനുകളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ക്രോമസോമുകളിലുള്ള ജീനുകളാണ്. സോ ഈ ജീൻ എന്ന് പറഞ്ഞത് DNA ഒരു സെഗ്മെൻ്റാണ്. സോ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ എക്സ്പ്രഷൻ ആക്കി മാറ്റുന്നത് ആരാണ്? ജീനാണ്. സോ ജീനുകളാണ് ഈ പറഞ്ഞ പ്രോട്ടീൻ സിന്തസിസിനെ കൺട്രോൾ ചെയ്യണത്, ക്രോമസോമുകളിലുള്ള ജീനുകൾ. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയാണ് ഈ സിക്കിൾ സെൽ അനീമിയ എങ്ങനെയാണ് വരുന്നത്. സോ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരു കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. സോ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റഡ് പ്രോട്ടീൻ നമ്മുടെ RBCയിൽ റെഡ് ബ്ലഡ് സെല്ലുകളിൽ മനുഷ്യനിലും ഒരുപാട് മറ്റ് ആനിമൽസിലൊക്കെ കാണപ്പെടുന്ന RBCയിലുള്ള ഒരു കോൺജുഗേറ്റഡ് പ്രോട്ടീനാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷൻ എന്താണ്? നമുക്കറിയാവുന്നതാണ്. മേജറായിട്ട് ഓക്സിജൻ ട്രാൻസ്പോർട്ടിങ് മീഡിയം ഇൻ ദ ബ്ലഡ്. സോ ബ്ലഡിൽ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ. സോ ഹീമോഗ്ലോബിന് 4 പോളിപെപ്റ്റൈഡ് ചെയിനുകളുണ്ട്. ഹീമോഗ്ലോബിൻ മെയ്ഡപ്പ് ഓഫ് 4 പോളിപെപ്റ്റൈഡ് ചെയിൻ. ആ 4 പോളിപെപ്റ്റൈഡ് ചെയിനുകൾ എന്ന് പറയുന്നത് അമിനോ ആസിഡുകൾ അടങ്ങിയതാണ് ഈ പോളിപെപ്റ്റൈഡുകൾ. അമിനോ ആസിഡുകൾ കമ്പൈൻ ചെയ്ത് പെപ്റ്റൈഡ് ബോണ്ട് വെച്ച് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു പോളിപെപ്റ്റൈഡ് ഉണ്ടാവുന്നത്. സോ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ 4 പോളിപെപ്റ്റൈഡ് ചെയിൻ ഓഫ് അമിനോ ആസിഡ്. ആ 4 പോളിപെപ്റ്റൈഡിൽ 2 ആൽഫ പോളിപെപ്റ്റൈഡും 2 ബീറ്റ പോളിപെപ്റ്റൈഡാണത്. 2 ആൽഫ പോളിപെപ്റ്റൈഡ്, 2 ബീറ്റ പോളിപെപ്റ്റൈഡ്. ഇത്രയാണ് ആ 4 പോളിപെപ്റ്റൈഡ് ഹീമോഗ്ലോബിനിൽ കാണുന്നത്. ഈ ആൽഫ പോളിപെപ്റ്റൈഡിനെ കൺട്രോൾ ചെയ്യുന്നത് ആൽഫ ജീനും ബീറ്റ പോളിപെപ്റ്റൈഡിനെ കൺട്രോൾ ചെയ്യുന്നത് ബീറ്റ ജീനുമാണ്. ഇനി ഈ പറഞ്ഞ പോളിപെപ്റ്റൈഡുകളുള്ള ആ അമിനോ ആസിഡുകളിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഓൾട്ടറേഷൻ അല്ലെങ്കിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ എ ചേഞ്ച് ഇൻ സിംഗിൾ അമിനോ ആസിഡ്, ആ അമിനോ ആസിഡ് കോമ്പോസിഷനിൽ ഒരു ചെറിയ ചേഞ്ചെങ്കിലും, ഒരു സിംഗിൾ അമിനോ ആസിഡിൽ പോലും ഒരു ചെറിയൊരു ബേസ് പെയറിലെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ, പോളിപെപ്റ്റൈഡിലെ സിംഗിൾ അമിനോ ആസിഡിൽ ഒരു ചേഞ്ച് വന്നാൽ അതെന്തുണ്ടാവും? അത് ലീഡ് ടു സീരിയസ് എഫക്ട്സ് ഓഫ് ഫീനോടൈപ്പ്. സോ അമിനോ ആസിഡിൻ്റെ സിംഗിൾ അമിനോ ആസിഡെങ്കിലും ഒരു അമിനോ ആസിഡിൽ ആ ഒരു സിംഗിൾ ഒരു ജീനെങ്കിലും ചേഞ്ച് വന്നാൽ പോലും എന്തുണ്ടാവും? വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു ഫീനോട്ടിപ്പിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഫീനോട്ടിപ്പിക് എന്നാൽ അതിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ തന്നെ ഒരുപാട് മോർഫോളജിക്കൽ അപ്പിയറൻസിൽ തന്നെ അതിന് മാറ്റം വരാൻ തുടങ്ങും. സോ ചേഞ്ച് ഇൻ സിംഗിൾ അമിനോ ആസിഡ്, ഒരൊറ്റ അമിനോ ആസിഡ് മാറി വേറൊരു അമിനോ ആസിഡ് ആയാൽ മതി. ഒരു അമിനോ ആസിഡിന് പകരം വേറൊരു അമിനോ ആസിഡ് ആയാൽ മതി. അപ്പോൾ ആ പോളിപെപ്റ്റൈഡ് ചെയിൻ്റെ നേച്ചർ മാറി അത് സീരിയസ് എഫക്റ്റ് ഫീനോടൈപ്പിൽ കാണിക്കണം. സോ ഫീനോടൈപ്പ് വേറെയായി മാറും. ഈ ഒരു അമിനോ ആസിഡ് ആണെങ്കിൽ പെർട്ടിക്കുലർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും, വേറൊരു അമിനോ ആസിഡ് ആണെങ്കിൽ വേറൊരു പെർട്ടിക്കുലർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ്. സോ ഒരു അമിനോ ആസിഡിൽ മാറ്റം വന്നാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റ് മാറാൻ തുടങ്ങും, ഫീനോടൈപ്പ് ചേഞ്ച് ആവാൻ തുടങ്ങും. അപ്പോൾ ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഒരു ഡിസീസ് ഉണ്ടാവണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? വെൻ ബോത്ത് ദ പാർട്ട്നേഴ്സ് ആർ കാരിയേഴ്സ്. അച്ഛനും അമ്മയ്ക്കും ഈ പറഞ്ഞ സിക്കിൾ സെൽ അനീമിയയുടെ കാരിയർ ആണെങ്കിൽ, കാരിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നേരത്തെ പഠിച്ച പോലെ തന്നെ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഒരു ഡോമിനൻ്റ് അലീലും ഒരു റെസസീവ് അലീലും വരുമ്പോഴാണ് അത് ഹെട്രോസൈഗസ് നമ്മൾ പറയാം. സോ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ അല്ലെങ്കിൽ അവർ ഒരു കാരിയറായിട്ട് അച്ഛനും അമ്മയും 2 പാർട്ട്നേഴ്സും കാരിയർ ആണെങ്കിൽ അത് ഓഫ് സ്പ്രിങ്സിലേക്ക് ഈ സിക്കിൾ സെൽ അനീമിയ, അതായത് ഈ പറഞ്ഞ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ആ റെസസീവ് അലീലുകൾ ആ ഓഫ് സ്പ്രിങ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓഫ് സ്പ്രിങ് എന്തായി മാറും? സിക്കിൾ സെൽ അനീമിയുള്ള ആളായിട്ട് മാറും. സോ സിക്കിൾ സെൽ അനീമിയയ്ക്കുള്ള ചാൻസ് എന്ന് പറയുന്നത് വെൻ ബോത്ത് ദ പാർട്ട്നേഴ്സ് ആർ
carriers. For the gene heterozygous കണ്ടീഷനിലാണ് അച്ഛനും അമ്മയും ഉള്ള അവരുടെ ജീൻ എന്നുണ്ടെങ്കിൽ അത് ഓഫ്സ്പ്രിങ്സിൽ ഈ സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവും. സോ കാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് രണ്ടുപേരും അല്ലെങ്കിൽ അച്ഛനും അമ്മയും കാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഡിസീസിനെ കൺട്രോൾഡ് ബൈ സിംഗിൾ പെയർ ഓഫ് അലീൽ. ഇങ്ങനെയായിരിക്കും കാരിയർ. HPA ഹീമോഗ്ലോബിനാണ് HPA എന്നത്. അതിൽ HPA ഡോമിനൻ്റ് അലീൽ, HPS റെസസീവ് അലീൽ. സോ ഇങ്ങനെ HPS എന്ന് പറഞ്ഞാൽ ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ് അവർ കാരിയർ ആവുന്നത്. സോ ഡിസീസ് ഈസ് കൺട്രോൾഡ് ബൈ സിംഗിൾ പെയർ ഓഫ് അലീൽ HPA ആൻഡ് HES, ഡോമിനൻ്റ് അലീൽ, റെസസീവ് അലീൽ. സോ ഈ സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണക്കാരൻ ജീൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞ രീതിയിൽ വന്ന് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ കാരിയർ ആണെങ്കിൽ മാത്രമേ ഈ സിക്കിൾ സെൽ അനീമിയ പാരൻറ്റിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലേക്ക് ട്രാൻസ്മിറ്റഡ് ആവുള്ളൂ. സോ നോർമൽ ഹീമോഗ്ലോബിൻ്റെ ആ ഷേപ്പിന് അല്ലെങ്കിൽ വ്യത്യാസം വരുന്നതാണ് നമ്മൾ പറയുന്നത്. സോ ജീൻ ഫോർ നോർമൽ ഹീമോഗ്ലോബിൻ അതെന്താണ്? അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ജീനിനെ റെപ്രസെൻ്റ് HP ഹീമോഗ്ലോബിൻ ഡോമിനൻ്റ് അലീലായിട്ടുള്ള HPA. സോ നോർമൽ ഹീമോഗ്ലോബിനാണ് ഒരാളുടെ ബ്ലഡിലുള്ളതെന്ന് വെച്ചാൽ അവരുടെ ആ ജീൻ ഇങ്ങനെയായിരിക്കും, HPA ഡോമിനൻ്റ് അലീലായിരിക്കും ഉണ്ടാവുക. അതേസമയം അപ്പോൾ അങ്ങനെ പെയറായിട്ടാണ് ഉണ്ടാവുക. സോ HPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോസൈഗസ് ഡോമിനൻ്റ് ഇൻഡിവിജ്വൽ. സോ ഇങ്ങനെയാണ് ആ ജീൻ എന്നുണ്ടെങ്കിൽ HPA ഡോമിനൻ്റ് അലീൽ പിന്നെ ഹോമോസൈഗസ് ഫോമിലാണെന്നുണ്ടെങ്കിൽ അത് നോർമൽ ഹീമോഗ്ലോബിൻ ആയിരിക്കും ആ ആളുടെ ബ്ലഡിൽ ഉണ്ടാവുക. അതേസമയം ജീൻ ഫോർ സിക്കിൾ സെൽ അനീമിയയുടെ ജീൻ എങ്ങനെയാണ്? HPS ആണ്. ഈ A എന്ന് പറയുന്നത് ഡോമിനൻ്റ് ആണെന്നുണ്ടെങ്കിൽ S റെസസീവ് ആണ്. നമ്മൾ പറഞ്ഞു സിക്കിൾ സെൽ അനീമിയ ഓട്ടോസോമൽ റെസസീവ് ട്രീറ്റ് ആണെന്ന് പറഞ്ഞു. സോ സിക്കിൾ സെൽ അനീമിയയുടെ ജീൻ എന്ന് പറയുന്നത് കാരണക്കാരത് ഡോമിനൻ്റ് അലീലല്ല, റെസസീവ് അലീലാണ്. സോ HPS രണ്ടും ഒരുമിച്ച് വരികയാണെങ്കിൽ ഈ പേരായിട്ട് HPS റെസസീവ് കണ്ടീഷനിൽ വരികയാണെങ്കിൽ ഹോമോസൈഗസ് റെസസീവ് ഇൻഡിവിജ്വൽ ആയിരിക്കും. അതായത് സിക്കിൾ സെൽ അനീമിയ ഉള്ള ആൾക്ക് അവരുടെ ഹീമോഗ്ലോബിൻ ഇങ്ങനെയായിരിക്കും, HBS അവരുടെ ഹീമോഗ്ലോബിൻ ആ റെസസീവ് അലീലായ SS അങ്ങനെയായിരിക്കും, സിക്കിൾ ഷേപ്പായിരിക്കും ആ ഹീമോഗ്ലോബിൻ. അതാണ് പറയുന്നത് HPS. ഈ കണ്ടീഷനിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താ നമ്മൾ പറയുക? ഹോമോസൈഗസ് ആണ്, റെസസീവ് ഇൻഡിവിജ്വൽ ആണ്. ആ ആൾക്ക് എന്തുണ്ടാവും? സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവും. സോ ആൾക്ക് അത് ഉണ്ടാവണമെങ്കിൽ പാരൻസ് രണ്ടുപേർക്കും എന്തുണ്ടാവണം? കാരിയർ ആയിരിക്കണം എന്ന് പറഞ്ഞു. സോ അങ്ങനെയുള്ള ആ കാരിയർ ആയിട്ടുള്ള പാരൻസിൽ നിന്ന് രണ്ടുപേരിൽ നിന്നും അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഈ റെസസീവ് അലീൽ കിട്ടുമ്പോഴാണ് ഹോമോസൈഗസ് റെസസീവ് ഫോമിൽ സിക്കിൾ സെൽ അനീമിയ ആയിട്ട് മാറുന്നത്. സോ അങ്ങനെ ഹോമോസൈഗസ് റെസസീവ് HPS കണ്ടീഷനിൽ വരികയാണെങ്കിൽ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് വളരെ നേരത്തെ തന്നെ മരിക്കും. ഏർലി സ്റ്റേജിൽ തന്നെ അവർ മരിക്കുകയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അനീമിയ, അവർക്ക് ആ ബ്ലഡിന് ട്രാൻസ്പോർട്ട് കറക്റ്റായിട്ട് നടത്താൻ പറ്റാണ്ട് ഏർലി സ്റ്റേജിൽ തന്നെ അവർ മരിക്കും ബിക്കോസ് ഓഫ് അനീമിയ. ഇനി HBS ആണ് നമ്മൾ പറഞ്ഞത്. HBS എന്ന കണ്ടീഷൻ ആണെങ്കിലാണ് അനീമിയ. സോ ഈ പറഞ്ഞ സിക്കിൾ കാരണക്കാരായ ആ S എന്ന് പറഞ്ഞ ജീനാണ് റെസസീവ് അലീലാണെന്നുണ്ടെങ്കിൽ അതിന് എന്താ ഉണ്ടാക്കാൻ പറ്റുക? അങ്ങനെ HBS കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് അനീമിയ ഉണ്ടാവും. സോ വേറൊരു ഗുണമുണ്ട് ഈ HBS അലീലുണ്ടെങ്കിൽ, വേറൊരു ഗുണം. അപ്പോൾ കാരിയറായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ ബോഡിയിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ വേണമെങ്കിൽ ഈ HBS എന്ന് പറഞ്ഞ അലീൽ അല്ലെങ്കിൽ ജീൻ ഉണ്ടെങ്കിൽ ഇറ്റ് പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് മലേറിയയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതൊരു പ്ലിയോട്രോപ്പിക് ഇഫക്റ്റാണ്. പ്ലിയോട്രോപ്പിക് ജീൻ നമ്മൾ പ്ലിയോട്രോപ്പി പഠിച്ചതാണ്. ഒരു ജീന് ഒന്നിലധികം ഫിനോടൈപ്പുകളെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടെന്ന് അർത്ഥം. സോ HBS എന്ന് പറഞ്ഞാൽ അനീമിയ പ്രൊഡ്യൂസ് ചെയ്യും, അതോടൊപ്പം തന്നെ ഈ മലേറിയനെ അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ബിക്കോസ് ആ മലേറിയയിൽ നമ്മൾ വരുന്ന ചാപ്റ്ററിൽ പഠിക്കും എങ്ങനെയാണ് ആ മലേറിയ വരുന്നത്. സോ RBCനെയാണ് ആ കോസിറ്റീവ് ഓർഗാനിസം അത് എഫക്റ്റ് ചെയ്യണതും RBCനെ ഡിസ്ട്രോയ് ചെയ്യാണ് ചെയ്യുക. ബട്ട് ഇവിടെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഇവരുടെ RBCയുടെ ഷേപ്പ് സിക്കിൾ ഷേപ്പായിട്ടുണ്ടാവും. പക്ഷെ അവിടെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനോ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. സോ ഈ പറഞ്ഞ ജീനാണ് അലീലാണെന്നുണ്ടെങ്കിൽ അത് മലേറിയയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യും. മലേറിയ വരില്ല. പക്ഷേ വേറെ പ്രശ്നം എന്താണ്? അനീമിയ ഉണ്ടാവും. സോ ഒന്നിലധികം ഇഫക്റ്റുകൾ ഒരു ജീൻ തരികയാണ് നമ്മൾ പ്ലിയോട്രോപ്പി എന്ന് പറയുന്നു. ഇനി HBS ഒരു ഡോമിനൻ്റ് അലീലും ഒരു റെസസീവ് അലീലും. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഹെട്രോസൈഗസ്. സോ ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ എന്താ വിളിച്ച? കാരിയറാണ്. സോ ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ളത് കാരിയേഴ്സാണ്.
HbS രണ്ടുപേരും കാരിയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ പാരൻസിൽ നിന്ന് ഓസ്പ്രിങ്സിന് കൈമാറി സിക്കിൾ സെൽ അനീമിയ വരും. സോ അച്ഛനിൽ നിന്നും ഈ റെസസീവ് അലീൽ കിട്ടും, അമ്മയുടെയും ഇതുപോലെ റെസസീവ് അലീൽ കിട്ടി ഓസ്പ്രിങ് എന്തായിട്ട് മാറും, സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ ഡിസോർഡർ അവർക്ക് ഉണ്ടാവാൻ തുടങ്ങും. സോ സിക്കിൾ സെൽ അനീമിയയിൽ ഒരു ചെറിയ ചേഞ്ച് നമ്മുടെ അമിനോ ആസിഡിൻ്റെ ഒരു സിംഗിൾ അമിനോ ആസിഡിലെങ്കിലും ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ ആ പോളിപെപ്റ്റൈഡ് ഹീമോഗ്ലോബിൻ്റെ പോളിപെപ്റ്റൈഡ് നമ്മൾ പറഞ്ഞ 2α and 2β അതിലുള്ള ആ പോളിപെപ്റ്റൈഡിലുള്ള അമിനോ ആസിഡിൽ ഒരു സിംഗിൾ അമിനോ ആസിഡിലെങ്കിലും ചേഞ്ച് വന്നാൽ നമ്മൾ പറഞ്ഞു ഫീനോട്ടിപ്പിക് ചേഞ്ച് വരുന്നു. സോ RBCയുടെ ഫീനോട്ടിപ്പിക് അല്ലെങ്കിൽ RBCയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഷേപ്പ് മാറാൻ തുടങ്ങും. മോർഫോളജിക്കൽ എക്സ്പ്രഷൻ ഓഫ് RBC അല്ലെങ്കിൽ മോർഫോളജിക്കൽ എങ്ങനെയാണോ RBC കാണപ്പെടുന്നത് അത് മാറാൻ തുടങ്ങും. ഇപ്പോൾ ഈ പറഞ്ഞ ഹീമോഗ്ലോബിൻ ചെയിൻ്റെ പോളിപെപ്റ്റൈഡായുള്ള ഹീമോഗ്ലോബിൻ ചെയിനിൽ ഒരു അമിനോ ആസിഡിനെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ മതി, അതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ഫീനോടൈപ്പ് മാറാൻ തുടങ്ങും. സോ എങ്ങനെയാണ് മാറണേ? നോർമൽ നമ്മുടെ RBCയുടെ ഷേപ്പ് ബൈകോൺകേവ് ഡിസ്ക് ആണ്. ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പുള്ള RBC ഈ പറഞ്ഞ ഒരു സിംഗിൾ ചേഞ്ചെങ്കിലും ജീനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ RBC എന്തായിട്ട് മാറും നോക്കിയാൽ ഇലോങ്ങേറ്റഡ് സിക്കിൾ ലൈക്ക് സ്ട്രക്ചർ. സോ RBCയുടെ ബൈകോൺകേവ് എന്ന് പറഞ്ഞ ഷേപ്പ് മാറി അത് ഇലോങ്ങേറ്റഡായി ഒരു സിക്കിൾ ഷേപ്പ് സ്ട്രക്ചറോ, സിക്കിൾ എന്ന് പറഞ്ഞാൽ അരിവാള് പോലത്തേക്ക് സ്ട്രക്ചർ കുറച്ചിങ്ങനെ വളഞ്ഞ് സിക്കിൾ ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറും. അങ്ങനെയാണ് ഈ ഡിസീസിൻ്റെ പേര് സിക്കിൾ സെൽ അനീമിയ. നോർമൽ ബൈകോൺകേവ് ആയിട്ടുള്ള RBCയുടെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്ത് ഒരു ഇലോങ്ങേറ്റഡ് സിക്കിൾ ലൈക്ക് സ്ട്രക്ചർ ആവുന്നു. സോ അങ്ങനെ വരുമ്പോൾ RBCയുടെ ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ ഇലോങ്ങേറ്റഡ് സിക്കിൾ ലൈക്ക് സ്ട്രക്ചർ ആയിക്കഴിഞ്ഞാൽ ശരിക്കുള്ള RBCയുടെ ഫങ്ഷൻ എന്താണോ ഓക്സിജൻ ട്രാൻസ്പോർട്ട് അത് നടത്താൻ പറ്റില്ല. സോ അവർ RBC പുവർ കാരിയേഴ്സ് ഓഫ് ഓക്സിജൻ. സോ അങ്ങനെയുള്ള ആ ഷേപ്പിൽ ബൈകോൺകേവ് ഷേപ്പിൽ നിന്ന് മാറി സിക്കിൾ ലൈക്ക് ഷേപ്പായിട്ട് മാറിക്കഴിഞ്ഞാൽ RBC പുവർ കാരിയേഴ്സ് ഓഫ് ഓക്സിജൻ, ഓക്സിജനെ കറക്റ്റായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അവരും വളരെ ബുദ്ധിമുട്ടിയായിരിക്കും അവർ ട്രാൻസ്പോർട്ട് ചെയ്യുക. സോ പുവർ കാരിയേഴ്സ് ഓഫ് ഓക്സിജൻ, ഓക്സിജന് ഒട്ടും തന്നെ അവർക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ, ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാണ്ടാവുമ്പോൾ ബ്ലഡിൽ നമുക്ക് ഫൈനലി അനീമിക് ആവും. അതോടൊപ്പം തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ഡെത്തിലേക്ക് പോകും. സോ ഏർലി ഡെത്തിന് കാരണം. സോ ഈ പറഞ്ഞ ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ് സിക്കിൾ അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് സിക്കിൾ ലൈക്ക് സ്ട്രക്ചർ ആയിക്കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റില്ല, അപ്പോൾ ഏർലി ഡെത്ത് സംഭവിക്കും. ഇനി ഈ പറഞ്ഞ RBC കാരിയേഴ്സ് അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മൾ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ HbS എന്നൊന്ന് A ഡോമിനൻ്റ് അല്ലിൽ S റെസസീവ് അല്ലിൽ അങ്ങനെ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വരുന്നവരൊക്കെ നമ്മൾ പറഞ്ഞ കാരിയറാണ്. സോ ഈ കാരിയറായിട്ടുള്ള ആൾക്കാരുടെ RBC സിക്കിൾ ഷേപ്പ്ഡ് തന്നെയായിരിക്കും. ഈ ബൈകോൺകേവിൽ നിന്ന് മാറി അവരുടെയും RBC എങ്ങനെയായിരിക്കും, സിക്കിൾ ഷേപ്പ്ഡ് ആവും. അത് കാരണം എന്തുകൊണ്ടാണ് അവരുടെയും ഈ ബൈകോൺകേവിൽ നിന്ന് മാറി സിക്കിൾ ഷേപ്പ് ആവാനും, അവരുടെ ബോഡിയിലും ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാവും, സ്ലൈറ്റായിട്ട് ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. അത് ചെറിയ അനീമിയയ്ക്ക് കാരണം. ഇറ്റ് ഷോ സൈൻസ് ഓഫ് മൈൽഡ് അനീമിയ. മൈൽഡ് അനീമിയ ഈ പറഞ്ഞ കാരിയേഴ്സിന് ഉണ്ടാവും. അവരുടെയും ഈ പറഞ്ഞ ബൈകോൺകേവ് എന്ന് പറഞ്ഞ ഷേപ്പ് സിക്കിൾ ഷേപ്പ്ഡായി ഓക്സിജൻ ഡെഫിഷ്യൻസി അനുഭവപ്പെട്ട് മൈൽഡ് അനീമിയ അവർക്കും ഉണ്ടാവും. ആർക്ക്? കാരിയേഴ്സിന്. ഇനി എങ്ങനെയാണ് ഈ സിക്കിൾ സെൽ അനീമിയ വരുന്നത്? അതിന് കാരണം ഈ പറഞ്ഞ ഡിഫക്റ്റ്, ഈ പറഞ്ഞ ബൈകോൺകേവ് ഇലോങ്ങേറ്റഡ് സിക്കിൾ ലൈക്ക് സ്ട്രക്ചർ ആവാനുള്ള കാരണം, ആ ഡിഫക്റ്റ് വരാനുള്ള കാരണം ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സിംഗിൾ ബേസ്. നമ്മൾ പറഞ്ഞു ഈ സിംഗിൾ അമിനോസിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്താൽ മതി. ഒരൊറ്റ അമിനോസിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്താൽ RBCയുടെ ബൈകോൺകേവ് എന്ന് പറഞ്ഞ ഷേപ്പ് മാറി സിക്കിളായിട്ട് ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറും. സോ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സിംഗിൾ ബേസ് ഇൻ അമിനോ ആസിഡിൻ്റെ ആ സിംഗിൾ ബേസിൽ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു ബേസ് പെയറിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നാൽ മതി. അത് നമ്മുടെ ഗ്ലോബിൻ പ്രോട്ടീൻ, ഹീമോഗ്ലോബിൻ പ്രോട്ടീനിൽ ഒരൊറ്റ അമിനോ ആസിഡ്, ആ പോളിപെപ്റ്റൈഡിലെ അമിനോ ആസിഡിൽ ഒരൊറ്റ അമിനോ ആസിഡിൽ ഒരു ബേസ് മാറിയാൽ മതി. അത് എവിടെ മാറും? അറ്റ് ദ 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ. ഹീമോഗ്ലോബിൻ്റെ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ്റെ, ഹീമോഗ്ലോബിൻ്റെ രണ്ടെണ്ണം ആൽഫയുണ്ട് ബീറ്റയാണ് തന്നെ. സോ ഹീമോഗ്ലോബിൻ്റെ ബീറ്റാ ഗ്ലോബിൻ ചെയിനിൽ 6ാമത്തെ പൊസിഷനിൽ ഒരു സിംഗിൾ ബേസ് അമിനോ ആസിഡിൽ മാറിക്കഴിഞ്ഞാൽ അതെന്തായി മാറും? ഇലോങ്ങേറ്റഡ് സിക്കിൾ ലൈക്ക് സ്ട്രക്ചറായി മാറും. അതിന് എക്സാമ്പിൾ GAG എന്താണ്? അമിനോ ആസിഡ് GAG. സോ ഈ GAG എന്ന് പറഞ്ഞത് ഈ ബേസ് G അമിനോ ബേസ് പെയർ A വേറെ അഡിനിൻ ഗ്വാനിൻ അഡിനിൻ ഗ്വാനിൻ ഇങ്ങനെയാണ്. അതെന്നുണ്ടെങ്കിൽ ഈ GAG എന്ന് പറയുന്നത് ഗ്ലൂട്ടാമിക് ആസിഡിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ പറഞ്ഞാൽ
ഗ്ലൂട്ടാമിക് ആസിഡാണ്. ഈ അഡനീൻ എന്ന് പറഞ്ഞ ആ ബേസ് മാറി, ഒറ്റ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഈ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡിലെ അഡനീൻ മാറി എന്തായിട്ട് മാറും നോക്കിയേ, GUG. അപ്പുറത്തെ ജിക്കും ഈ ജിക്കും ഒരു വ്യത്യാസമില്ല. ഈ അഡനീൻ യുറാസിലായിട്ട് മാറുക. ജസ്റ്റ് ഒരൊറ്റ ബേസ്, ഈ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറഞ്ഞ അമിനോ ആസിഡിൻ്റെ അഡനീൻ എന്ന് പറഞ്ഞ ബേസ്, സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്തായിട്ട് മാറുന്നു, യുറാസിലായിട്ട് മാറുന്നു. സോ യുറാസിലായിട്ട് മാറുമ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറഞ്ഞ അമിനോ ആസിഡ് എന്തായി മാറി, വാലിനായിട്ട് മാറി. അത് 6th പൊസിഷനിലാണ് സമയം, 6th കോഡോണിൽ. സോ വാലിനായി മാറിയ ഗ്ലൂട്ടാമിക് ആസിഡ് വാലിനായി മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബൈക്കോൺകേവ് ഡിസ്ക് ഇലോങ്ങേറ്റഡ് സിക്കിൾ ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറുന്നു. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ GUG വാലിനായി കഴിഞ്ഞാൽ അത് നമ്മൾ സൂചിപ്പിക്കുന്നത് അതൊരു മ്യൂട്ടൻ്റ് ഹീമോഗ്ലോബിനാണ്, നോർമൽ ഹീമോഗ്ലോബിൻ അല്ല. അത് മ്യൂട്ടേഷൻ വന്നു, കാരണം ബിക്കോസ് അഡനീൻ എന്തായിട്ട് മാറി, യുറാസിൽ മ്യൂട്ടേഷൻ വന്ന് ആ സിംഗിൾ ബേസിൽ ചേഞ്ച് വന്ന് യുറാസിലായി. സോ ഒരു മ്യൂട്ടൻ്റ് ഹീമോഗ്ലോബിനാണ്. ആ മ്യൂട്ടൻ്റ് ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ അണ്ടർഗോ പോളിമറൈസേഷൻ, അവർ മോണോമേഴ്സ് കൂടിച്ചേരാൻ തുടങ്ങും. ബിക്കോസ് ലോ ഓക്സിജൻ ടെൻഷൻ, ഓക്സിജൻ്റെ അവൈലബിലിറ്റി കുറയുന്നത് കൊണ്ട് അവർ പോളിമറൈസ് ചെയ്ത് മോണോമേഴ്സ് തമ്മിൽ കൂടിച്ചേരുന്നതിനെ പോളിമറൈസ് ചെയ്ത് അവരെന്തായിട്ട് പറയും, ബൈക്കോൺകേവ് ഷേപ്പിൽ നിന്ന് മാറി അതൊരു സിക്കിൾ ലൈക്ക് സ്ട്രക്ചറായി മാറാൻ തുടങ്ങും. സോ സിംഗിൾ അമിനോ ആസിഡ് അഡനീൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് യുറാസിലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡ് എന്തായി മാറി, അഡനീൻ എന്ന് പറഞ്ഞ ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യുറാസിലായി മാറി. അപ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡ് എന്തായിട്ട് മാറി, വാലിൻ, എൻറ്റയർലി വേറൊരു അമിനോ ആസിഡായിട്ട് മാറി. സോ അമിനോ ആസിഡിൽ ചേഞ്ച് വരുന്നു, ഒരു ബേസ് മാറിയതുകൊണ്ട് മാത്രം തന്നെ അമിനോ ആസിഡ് വേറെയായി മാറുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഹീമോഗ്ലോബിൻ മ്യൂട്ടൻ്റ് ഹീമോഗ്ലോബിനായിട്ട് വരും. നോർമൽ ഹീമോഗ്ലോബിന് പകരം അതൊരു മ്യൂട്ടൻ്റ് ഹീമോഗ്ലോബിനായിട്ട് മാറുകയും അതോടൊപ്പം തന്നെ ആ ബൈക്കോൺകേവ് ഡിസ്ക് എന്ന് പറഞ്ഞ ആ ഷേപ്പിൽ നിന്ന് RBCയുടെ ഷേപ്പ് എന്തായിട്ട് മാറുന്നു, സിക്കിൾ ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറുന്നു. കാരണം ആ ബൈക്കോൺകേവ് എന്ന് പറഞ്ഞ ആ സ്ട്രക്ചർ സിക്കിൾ ഷേക്ക് മാറാൻ കാരണം അവിടെ പോളിമറൈസേഷൻ, മോണോമേഴ്സ് കൂടിച്ചേരുകയും ഓക്സിജൻ ടെൻഷൻ ഉണ്ട്, ഓക്സിജൻ്റെ അവൈലബിലിറ്റി വളരെ കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ബൈക്കോൺകേവ് സിക്കിൾ ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത്. സോ ഡിഫക്റ്റിന് കാരണം സിംഗിൾ ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ അമിനോ ആസിഡ്.